താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ചേരിപ്പോരും തർക്കങ്ങളും രൂക്ഷമാകുന്നു. നടി ശ്വേതാ മേനോനും അഡ്ഹോക് കമ്മിറ്റി കൺവീനറുമായ രമേശ് പിഷാരടിയും തമ്മിൽ നടത്തിയ സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തായതാണ് നിലവിലെ പുതിയ വാദം. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ ഹലോ എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. സംഘടനക്കുള്ളിലെ വലിയ ആഭ്യന്തര ഭിന്നതകളാണ് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിവാദം കനത്തതോടെ രമേശ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. താൻ വലിയ സൗഹൃദം പുലർത്തിയിരുന്ന ഒരാൾ താനുമായി നടത്തിയ തികച്ചും സ്വകാര്യമായ ഒരു ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിൽ വലിയ വേദനയുണ്ടെന്ന് രമേശ് പിഷാരടി മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. സൗഹൃദത്തിലുള്ള വിശ്വസ്തത തകർത്തതാണ് തന്നെ രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. അതേസമയം ഫോൺ സംഭാഷണം പുറത്തുപോയതിന് പിന്നിൽ സൈബർ സുരക്ഷാ ലംഘനമുണ്ടെന്ന് ശ്വേതാ മേനോന്റെ വാദം. തന്റെ ഫോണിൽ നിന്നും ഓഡിയോ ക്ലിപ്പ് ചോർന്നതുമായി ബന്ധപ്പെട്ട് നടി സംസ്ഥാന DGPക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ ഫോൺ ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ അമ്മയുടെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്ന വിവാദങ്ങൾ താരസംഘടനയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടന മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പുതിയ തിരിച്ചടി. ന്യൂസ് ഡെസ്ക്, News 99.